ഞാൻ ഓർഡർ ചെയ്യാം. ഓക്കെ, ഞാൻ വെച്ചോ. ആരും വെച്ചല്ലോ. നമ്മള് വീട്ടിൽ ഒന്നുമില്ല സാറേ, വാങ്ങിച്ചു കൊടുക്കാൻ പോലും നിവർത്തിയില്ലാത്ത കാലം. കൊണ്ടിരിക്കണ അമ്മവാദവും ആസ്മ, ഹാർട്ടിന്റെ അവിടുത്തെ പ്രശ്നങ്ങളും. എനിക്ക് കണ്ണു നിൽക്കാൻ പറ്റത്തില്ല. കുഞ്ഞു മോളാ, 1 വയസ്സേ ഉള്ളൂ സാറേ. കുറെ ചിത്രങ്ങൾ നമ്മൾ കാണിക്കുകയാണ്. എനിക്ക് കണ്ണോടിക്കാൻ വയ്യ. എനിക്ക് ഈ മോളാണോ? അയ്യോ കുഞ്ഞു മോളെ, ഇതൊക്കെയാണോ വിഷയം? നമുക്കാണ് വിഷയം, കൊച്ചിനാണ് വിഷയം. ഇതൊക്കെയാണോ? 1 വയസ്സ്. ആണെങ്കിൽ വാ, ഇങ്ങോട്ട് വാ, മാമ എടുക്കട്ടെ, വാ. എന്താ വിഷയം? എന്താണ് പറ. മോള് മാസം തികയാതെ പ്രസവിച്ചതാണ്. അപ്പൊ അന്ന് അമ്മയുടെ മോളാണോ? എന്റെ മോളാണിത്, മോളെ കൊച്ചാണിത്. ഇത് രണ്ടുപേരും മോളെ കുട്ടിയാണ്. ഇത് രാവിലെ വിശന്നാണ് കരയണ, ആകാരമില്ലാതെ. ആരില്ലേ? നമ്മളെ വീട്ടിൽ ഒന്നുമില്ല സാറേ, വാങ്ങിച്ചു കൊടുക്കാൻ പോലും നിവർത്തിയില്ലാത്ത കാലം. അണ്ണാ ഒരു കാര്യം ചെയ്യും, ഇതിൽ ആഹാരം വാങ്ങിച്ചല്ലോ. ഞാൻ ഓർഡർ ചെയ്യാം. ഓക്കെ, ഞാൻ വെച്ചോ. ആരും വാങ്ങിച്ചല്ലോ. എന്ത് വേണമെന്ന് പറ. എത്ര പ്രാവശ്യം വേണം? ഇല്ല, അവർക്ക് മാത്രത്തിൽ പറഞ്ഞോളൂ, കൊച്ചുങ്ങൾക്ക് മാത്രം. ഓക്കെ, ഞാൻ വെച്ചോ. അണ്ണാ നിങ്ങൾ ബൈക്ക് ഓടിക്കാൻ അറിയോ? ഇല്ല, ബൈക്ക് ഓടിക്കാം. ഞാൻ ഇവിടെ വരും, പാഴ്സൽ വരും, ഞാൻ പറഞ്ഞോളാം. ഓർഡർ ചെയ്യോ? നിങ്ങളെ വീട്ടിൽ തന്നെ ആണുങ്ങളാരും ഇല്ലേ? ഇല്ല, ഭർത്താവിന് ലിവർ പോയി ചികിത്സയിലാണ്. അവളെ ഭർത്താവ് കളഞ്ഞിട്ട് പോയി. എനിക്ക് സുഖമില്ല സാറേ, എന്റെ ബുക്ക് തോന്നിരിക്കുന്ന മരുന്ന് BP മണ്ടേക്കാർ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. കുഞ്ഞിന്റെ അവസ്ഥ എന്താ? കുഞ്ഞിന്റെ അവസ്ഥ നമ്മളാളിലെന്നൊക്കെ തെണ്ടി പറിക്കാൻ ഇപ്പൊ നോക്കുന്നത്. ഇപ്പാണ്ട് ഇവിടുത്തെ തൊലികൾ മൊത്തം ഇളവിക്കൊണ്ടിരിക്കണ അമ്മവാദവും ആസ്മ, ഹാർട്ടിന്റെ അവിടുത്തെ പ്രശ്നങ്ങള്. കട്ടില് കിടത്തണോന്ന് പറഞ്ഞ് കട്ടിലും മെത്തേ ഒന്നുമില്ല കിടത്ത്. ഇവിടെ തറയിൽ കിടത്തലെന്ന് നമുക്ക് കട്ടിലും മെത്തേ ഒന്നുമില്ല കിടത്ത്. മോളെ മോളല്ലേ? മോള് ഇങ്ങോട്ട് വരുമോ? ഐസിയിലായിരുന്നു. അണ്ണാ ഒന്ന് ആഹാരം ഒന്ന് ഓർഡർ ചെയ്യും. പെട്ടെന്ന് ഓർഡർ ചെയ്യും കേട്ടോ. കാശ് തരാം, കുഴപ്പമില്ല. നിങ്ങള് ആരൊന്നുമില്ലേ? ഇല്ല സാറേ, നമ്മളിപ്പോ ഇന്നലെ റേഷൻ കാർഡും ഇല്ലേ? റേഷൻ കാർഡിൽ റേഷൻ അരി മാത്രമേ ഉള്ളൂ. ആശുപത്രിയിൽ കണ്ട ഈ പൊടിയാണ് കൊടുക്കുന്നത്, ഇതാണ് കൊടുക്കുന്നത്. സെർലാക്കും പൊടിയേ കൊടുക്കാറുള്ളൂ ഈ കുട്ടിക്ക്, വേറെ ഒന്നും കൊടുത്തൂല. ഇപ്പൊ കൊച്ചിന്റെ ആരോഗ്യാവസ്ഥ എന്താണ്? ആരോഗ്യാവസ്ഥ ഓരോ ദിവസം ചെല്ലും തോറും ഇതായിട്ട് വരികയാണ്. 5 ദിവസം എവിടെയാണെങ്കിൽ 15 ദിവസം നമ്മൾ SIT-യിലാണ്. കാശ് എവിടെ നിന്ന് കിട്ടുന്നത്? കാശ് നമ്മളവിടെ ചെല്ലുന്നു. സുരക്ഷിത കേരളം, ആരോഗ്യ കേരളം എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ ചിത്രങ്ങൾ നമ്മൾ കാണിക്കുകയാണ്. എനിക്ക് കണ്ടുപിടിക്കാൻ വയ്യ. എനിക്ക് ഇപ്പോൾ കുട്ടിക്ക് എന്താ? കുട്ടിക്ക് ആസ്മ, ആമവാദം, ഈ ഹാർട്ടിന്റെ അവിടെ ഇത് മാറ്റി വെക്കണം. ഇത് പോയിരിക്കുകയാണ്. 2 ഹോളാണ് വലുത്. അപ്പൊ ഇവിടെ സ്കൂളിൽ ചേർത്തായിരുന്നു ഞാൻ. പൊടുകൂർക്കോണ സ്കൂളിൽ തൊപ്പിച്ചന്തയിൽ. അപ്പൊ കുട്ടിയെ സ്കൂളിൽ ഡ്രസ്സും ഇല്ല, ബാഗും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഇവിടാത്ത LKG ചേർത്തായിരുന്നു ഞാൻ. എത്ര വേണം? എത്ര കാശ വേണ്ടേ? 3.5 ലക്ഷം രൂപയോളം വേണം അവിടെ. എന്തെങ്കിലും നിവൃത്തിയുണ്ടോ? ഒന്നുമില്ല സാറേ. അമ്മ ഇത് മിച്ചഭൂമി കിട്ടിയതാണ് എനിക്ക്. മിച്ചഭൂമി കിട്ടിയപ്പോഴത്തേക്ക് 2 ലക്ഷം രൂപ തന്നോളൂ. മോൾക്ക് അവരെന്നാണ് പേരിടാം. മറ്റേ 1 ലക്ഷം കൂടെ ഞാൻ ലോൺ എടുത്ത് വാങ്ങിച്ചു. ഇപ്പം ലോൺ പോലും അടയ്ക്കുന്നില്ല. വീട് 100 വട്ടം വരും അവരെ വീട്ടിൽ ചീത്ത വിളിച്ചിട്ട് പോവുകയാണ് എന്നെ. ഇവരെല്ലാവരും അയൽക്കാർക്ക് അറിയാം അവരൊന്നും ചീത്ത വിളിക്കുന്നത്. ഈ കുട്ടിയെ പ്രസവിച്ചാൽ എനിക്ക് ഒന്നിനും പറ്റില്ല. ഇത് മോളുടെ അമ്മയാണല്ലേ? ഉമ്മയാണ്. കുഞ്ഞോ കുഞ്ഞോ സീരിയസ് ആയിരുന്നു. ICU ഡോക്ടർ നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ നമ്പർ? ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേ ഉണ്ടോ?
അക്കൗണ്ട് ഇപ്പം നമ്മളെല്ലാം എൻ്റെ ചേച്ചിയുടെ മോൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ ഉണ്ടോ? ഉണ്ട്. എനിക്ക് എൻ്റെ ചിത്രങ്ങൾ തന്നെ പറയും, എനിക്ക് വിവരിക്കാനൊന്നുമില്ല. ചിത്രങ്ങൾ തന്നെ കാര്യങ്ങളൊക്കെ പറയും. എനിക്ക് എന്നെ കണ്ണീര് നിറയുന്നു. കുഞ്ഞോ, ഹലോ ഹലോ, എനിക്കാണ് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എടുക്കണം സാറേ. അതാണ് ഇപ്പോൾ ആവശ്യം. ഇനി എന്നെ കൊണ്ട് നിവർത്തിയില്ല. ഞാൻ എന്താ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. ചീനക്കാറി അറിഞ്ഞ് ഈ ഷോക്ക് തലയിൽ വന്ന് ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തത്തിൽ പോയിരിക്കുകയാണ് എനിക്ക്. ഇത് നമ്മുടെ മണമാക്കാണ്. മണമാക്ക് കറക്റ്റ് സ്ഥലം എവിടെ? പാണന്റെ മുക്ക് പാണാൻ നമുക്ക് വൈകാഭവൻ പാണന്റെ മുക്ക് പെരുങ്കുളം പിയോ. ഞാൻ എന്തായാലും ചേച്ചിയുടെ നമ്പരും കോൺടാക്ട് നമ്പരും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പരും പിന്നെ അക്കൗണ്ട് നമ്പറൊക്കെ അയക്കുന്നുണ്ട്. കഴിവുള്ളവരെ സഹായിക്കുക. കാരണം എനിക്ക് അതിൽ കണ്ണു നിൽക്കാൻ പറ്റത്തില്ല. കുഞ്ഞു മോളാ, 1 വയസ്സേ ഉള്ളു സാറേ. ഞാൻ ഇത്രയും നാളെ ഞാനാണ് നോക്കി. ഇപ്പം എനിക്ക് സുഖമില്ല സാറേ. ഞാൻ BP ഒക്കെ മണ്ടേ കയറുന്നുണ്ട്. എല്ലാവർക്കും പറയാം ഞാൻ വയ്യാതിരിക്കുന്നതാണ്. നിവർത്തിയില്ലാത്തതുകൊണ്ട് ശരി തന്നെയാണ് വരെ നോക്കുന്നത്. ആരോഗ്യ കേരളം സുരക്ഷിത കേരളം എന്നൊക്കെ നമ്മുടെ മന്ത്രിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നുണ്ട്. ഒരുപാട് കാരണമൊക്കെ ഉണ്ട്. അവരൊക്കെ ചികിത്സിക്കാനും നമ്മുടെ നികുതി പണം കൊണ്ട് തന്നെ ഒരുപാട് കാശൊക്കെ ഉണ്ട്. അവരൊക്കെ പോയി അമേരിക്കയിൽ അവിടെ ചികിത്സിക്കട്ടെ. ഇത്തരം പാവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് മനസ്സിലാക്കുക. അങ്ങനെ എന്തായാലും ഈ ഒരു ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയൊക്കെ അക്കൗണ്ട് നമ്പരും കോൺടാക്ട് നമ്പരൊക്കെ ഞാൻ ഇടാം. കഴിവുള്ളവർ സഹായിക്കുക. എത്ര പറയുള്ളൂ. വിശ്വാസത്തിനുവേണ്ടി ക്യാമറ അനീഷ് സൈനിങ് ഓഫ്.